ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് തുടക്കമായി. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ ഷോ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ക്രൂയിസ് ഷിപ്പിംഗ് രംഗത്ത് ബേപ്പൂരിനെ പ്രധാന കേന്ദ്രമായി മാറ്റുമെന്നും ധനമന്ത്രി ബാലഗോപാലും അറിയിച്ചു. കടലിലും കരയിലുമായി ഒരുപോലെ ഉത്സവത്തിമിർപ്പിലാണ് ബേപ്പൂർ. മറീന ബീച്ചിൽ നടന്ന ചടങ്ങ് ധനമന്ത്രി KN ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജല കായിക മേളയായ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 3 ഇവിടെ തിരിതെളിയുകയാണ്. ജനങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ അനിവാര്യമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സമാധാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതും ഒരുമിച്ചിറങ്ങി എല്ലാ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മാസം 29 വരെയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത്. ഇത്തവണത്തെ വാട്ടർ ഫെസ്റ്റിൽ ഡ്രോൺ ഷോയാണ് ആകർഷണീയതയെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത്തവണ കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നു. അതുമാത്രമല്ല, കോവിഡിൻ്റെ രൂക്ഷത കുറഞ്ഞ 2021 ഡിസംബറിൽ ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത കൂട്ടായ്മ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA, കോഴിക്കോട് മേയർ ഡോക്ടർ M ബീന ഫിലിപ്പ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, KTIL ചെയർമാൻ SK സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായിരുന്നു. ജീവിതത്തിൻ്റെ പിരിമുറക്കങ്ങൾ അകറ്റി സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ സമ്മാനിക്കാനായി ബേപ്പൂർ വിളിക്കുകയാണ്. വരിക, ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് ആസ്വദിച്ച് ആനന്ദിച്ച് ഉൾക്കൊള്ളുക. ബേപ്പൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.